കോൺഗ്രസിന് കുരുക്കായി ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാടും വെളിപ്പെടുത്തലുകളും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റിയ വിഷയത്തിൽ കോൺഗ്രസ് നേതാവും പത്തനംതിട്ട എംപിയുമായ ആന്റോ ആന്റണിക്ക് ഇതുവരെയും വ്യക്തമായ വിശദീകരണം നൽകാൻ സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, സോണിയാഗാന്ധിയുടെ ഫോട്ടോ പുറത്തു വന്ന വിഷയത്തിൽ ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ ഒന്നടങ്കം കുരുക്കുകയാണ് ആന്റോ ആന്റണിയുടെ വാക്കുകൾ. കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകാൻ അപ്പോയിന്റ്മെന്റ് കൊടുത്തത് എന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതാരാണ്? ആ നേതാക്കൾക്ക് പോറ്റിയുമായിട്ട് എന്താണ് ബന്ധം? ഇതൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങളായി എത്തുകയല്ലേ? അപ്പോൾ ആന്റോ ആന്റണി വലിയൊരു കുഴി കുഴിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾ ഇനി കൂട്ടത്തോടെ അതിലേക്ക് ചാടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം നേതാവിനെ വഴിയിലാക്കിയ എംപിയാണ് ആന്റോ ആന്റണി എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സുജു ടി ബാബു ഇപ്പോൾ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. സുജു, ഗുഡ് മോർണിംഗ്. ആന്റോ ആന്റണി സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. പക്ഷേ ആന്റോ കുത്തിയ ആ കുഴിയിലേക്ക് ഇനി ചാടാൻ പോകുന്നത് സോണിയാഗാന്ധിയും കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കളുമൊക്കെയാണ്. പോറ്റിക്ക് അവരുമായി എന്താണ് ബന്ധം? അത് കർണാടകത്തിലെ ഏത് നേതാവാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? അവർ തമ്മിലുള്ള ബന്ധം എന്ത്? ചോദ്യങ്ങൾ ഒരുപാട് ഉയരുകയാണ്. തീർച്ചയായിട്ടും മനു, ആന്റോ ആന്റണി വലിയ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ആന്റോ ആന്റണിയുടെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ചെറിയൊരു കാര്യം പറയാം. ഇന്നലെ KP ഉദയഭാനുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജിനെതിരെ ഒരു ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ആന്റോ ആന്റണി ഫേസ്ബുക്ക് വീഡിയോയിൽ വന്നത്. അപ്പോൾ ആന്റോ പറയുന്നത് KP ഉദയഭാനു CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഏതോ ഒളിവിലിരുന്ന് ഫേസ്ബുക്കിലൂടെ വീഡിയോ ചെയ്യുവാണെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ KP ഉദയഭാനു മാധ്യമങ്ങളെ ഇന്നലെയും കണ്ടു. ആര് ചെന്നാലും മാധ്യമങ്ങളോട് പ്രതികരണം നൽകുന്ന ഒരു നേതാവ് കൂടിയാണ്. KP ഉദയഭാനു കൃത്യമായി മറുപടി നൽകുകയും ചെയ്തു. ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലുന്ന പൊതുപ്രവർത്തകനാണ്, ഇപ്പോഴും സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ആന്റോയുടെ കാര്യത്തിലേക്ക് തിരിച്ചെന്ന് പരിശോധിച്ചാലോ, ആന്റോ ഇന്നലെ ആ വീഡിയോ ഇടുമ്പോൾ അതിൽ ഫേസ്ബുക്കിലെ വീഡിയോ കമന്റ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. മറ്റൊന്ന്, ആന്റോ ആന്റണിയുടെ മാരാമൺ കൺവെൻഷൻ എത്തിയ ശേഷം പിന്നാലെ അതിനുശേഷം പുറകെ മടങ്ങുമ്പോൾ മാധ്യമങ്ങൾ എത്തിയിരുന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞു പൊതുപ്രവർത്തകർക്ക് പല ആരോപണം വരും, അതിനൊന്നും മറുപടി പറയാൻ താല്പര്യമില്ല, പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന്, SIT അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? അതായത് ആന്റോ ആന്റണിയാണ് ആ സോണിയാഗാന്ധിയുടെ അവസ്ഥയിലേക്ക് കയറിയ കാര്യം പറഞ്ഞ ശേഷം ആ ഡേറ്റ് പറഞ്ഞ ദിവസം അല്ലെങ്കിൽ 2 കോടി രൂപ മേടിച്ച് NM രാജുവിന് മറുപടി പറഞ്ഞ ശേഷം ആന്റോ ആന്റണി മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ കൂട്ടായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. പകരം ഫേസ്ബുക്ക് കമന്റ് ഓഫ് ചെയ്തുകൊണ്ട് ഉദയഭാനുവിനും മന്ത്രി വീണ ജോർജിനും ഗോവിന്ദ മാഷിനൊക്കെ മറുപടി നൽകാൻ ശ്രമിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആരാണ് ഒളിച്ചിരുന്ന് മറുപടി നൽകുന്നതെന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ ആന്റോ ആന്റണിയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിച്ചത്. ഇനി മനു ചോദിച്ചിലേക്ക് വരുമ്പോൾ വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് കോൺഗ്രസ് കടന്നു പോകുന്നത്. അത് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആന്റോ 2 കോടി രൂപ മേടിച്ചുവെന്ന് NM രാജു പറയുമ്പോൾ ആന്റോ ആന്റണി വ്യക്തമാക്കുന്നില്ല എത്ര രൂപയാണ് മേടിച്ചെന്ന്. തിരിച്ചു നൽകിയെന്ന് പറഞ്ഞു. ഇനി NM രാജു പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ 20 ലക്ഷം രൂപ തിരിച്ചു നൽകിയെന്ന് പറഞ്ഞു. ഏതും തിരിച്ചു കിട്ടാത്ത പണം തിരിച്ചു കിട്ടുന്ന പറയല്ലോ. 20 ലക്ഷം രൂപയാണെങ്കിൽ പോലും മനു പറഞ്ഞ ആ പ്രധാനപ്പെട്ട വിഷയം വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലൊക്കെ 20 ലക്ഷത്തിന്റെ കണക്കോട് എത്തിക്കഴിഞ്ഞാൽ ആന്റോ ആന്റണി തെരഞ്ഞെടുപ്പ് ചെലവിടേണ്ട പരമാവധി തുകയേക്കാൾ കൂടുതൽ തുക തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു എന്ന് വരും. മാത്രമല്ല 20 ലക്ഷം രൂപയാണ് ആന്റോ ആന്റണി സ്വീകരിച്ചെങ്കിൽ അത് 2 കോടി എന്ന് NM രാജു പറയുന്നു, 20 ലക്ഷം രൂപ തിരികെ കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ പോലും അടുത്ത പ്രശ്നം വരുന്നു, 20 ലക്ഷമൊന്നും ക്യാഷായിട്ട് വാങ്ങാൻ ആന്റോ ആന്റണിക്ക് സാധിക്കില്ല. അത് ചെക്കായിട്ടും ബാങ്ക് അക്കൗണ്ട് മുഖേനയല്ലേ സാധിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ അതിൻ്റെ രേഖകളുണ്ടോ? എങ്കിൽ ആ 20 ലക്ഷം രൂപ മേടിച്ചതെങ്കിലും ക്യാഷായിട്ടാണെങ്കിൽ അടുത്ത നിയമക്കുരുക്ക്. എന്തായാലും ആന്റോ ആന്റണിയുടെയും NM രാജുവിൻ്റെയും സാമ്പത്തിക ഇടപാട് ദുരൂഹത നിറഞ്ഞത് തന്നെയാണ്. ആ ദുരൂഹത നീക്കാൻ ആന്റോ ആന്റണിക്ക് സാധിക്കുന്നില്ല. ആന്റോ ആന്റണിക്ക് ഒരു വാക്ക് മാത്രം, 2 കാര്യം, ഒന്നല്ല 2 കാര്യം പറഞ്ഞാൽ മതി. ഇത്ര രൂപ മേടിച്ചു, ഇത് ഇത്ര രൂപ വഴി തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ. പക്ഷേ ആന്റോ ആന്റണി ചോദിക്കുമ്പോൾ എത്ര രൂപ വാങ്ങി എന്ന് പറയാൻ ആന്റോ ആന്റണി തയ്യാറാകുന്നില്ല. എങ്ങനെയാണ് തിരിച്ചു കൊടുത്തതും മേടിച്ചതെന്ന് ചോദിച്ചാൽ അതും ഓർമ്മയില്ലെന്നാണ് ആന്റോ ആന്റണി പറഞ്ഞത്. അങ്ങനെ ആന്റോ ആന്റണിയുടെ ഈ സാമ്പത്തിക ഇടപാട് വലിയ കുരുക്കായിരിക്കുകയാണ്. ഇതിനോട് തന്നെ ED അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ടാകും. ഇപ്പോൾ സംസ്ഥാന വിജിലൻസിനും ആന്റോ ആന്റണിയുടെ ഈ സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കില്ലെന്ന് കണ്ടറിയേണ്ടതാണ്. എന്നാലും വിജിലൻസ് അന്വേഷണം എത്തിക്കഴിഞ്ഞാൽ ആന്റോ ആന്റണിക്ക് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരാകാൻ ഒരു പക്ഷേ സമയം കാണത്തുള്ളൂ. വിജിലൻസ് അന്വേഷണം വരും, ED വരും, SITയുടെ ചോദ്യം ചെയ്യലും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ആന്റോയുടെ സാമ്പത്തിക ഇടപാടിലെ ദുരൂഹത ഇതുവരെയും അവസാനിക്കുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആന്റോ ആന്റണി പറയുന്നത് 2012 അല്ലെങ്കിൽ 2013-14 കാലഘട്ടത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് സംഭവിച്ചതെന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അങ്ങനെയെങ്കിൽ ആന്റോ ആന്റണി ഇന്നലെ വീണ്ടും ആവർത്തിച്ച് തിരുത്തുന്നത് CPIM നേതാക്കളെയല്ല,
ആന്റോ ആന്റണി ആവർത്തിച്ച് തിരുത്തുന്നത് അത് അടൂർ പ്രകാശ് എം പിയാണ്. അടൂർ പ്രകാശ് എം പിയാണ് പറയുന്നത്, UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് പറഞ്ഞത് തന്റെ മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് സോണിയാഗാന്ധിയെ കണ്ടപ്പോൾ ഫോട്ടോ എടുത്തതാണ്. അപ്പോൾ ആന്റോണിയുടെ 12 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ അന്ന് അടൂർ പ്രകാശ് റവന്യൂ മന്ത്രിയാണ്. അപ്പോൾ ആന്റോണിയുടെ തിരുത്തുന്നതും കുരുക്ക് മുറുക്കുന്നതും അടൂർ പ്രകാശിന് കൂടിയാണ്. അടൂർ പ്രകാശിനെ തിരുത്തുകയാണ്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. 2, ഇത് കർണാടകത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയിലേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തെന്ന് ആന്റോ ആന്റണി പറയുമ്പോൾ അത് SIT കണ്ടെത്തിയെന്നാണ് ആന്റോണി പറയുന്നത്. ആന്റോണി SIT കോട്ട് ചെയ്താണ് പറഞ്ഞത്. ആന്റോണിക്ക് എങ്ങനെ വിവരം ലഭിച്ചു എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം വരുവാണ്. കർണാടകയിൽ നിന്നുള്ള ഏതായാലും പ്രാദേശിക നേതാക്കൾക്കോ നമുക്കറിയാം ഒരു ലെവൽ കഴിഞ്ഞ നേതാക്കന്മാർക്ക് മാത്രമേ തീർച്ചയായിട്ടും സോണിയാഗാന്ധിയുടെ വീട്ടിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ കർണാടകയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിലെ തന്നെ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് അതായത് അടൂർ പ്രകാശിനും ഈ ആന്റോ ആന്റണിയും മറ്റ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പുറമെ കർണാടകയിലെ ഉന്നത കോൺഗ്രസ് നേതാക്കൾ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതാണ് ആന്റോ ആന്റണി പറഞ്ഞത്. എന്നാൽ ഇതുകൊണ്ടൊന്നും ഈ ആരോപണത്തിൽ നിന്ന് ആന്റോ ആന്റണിയോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ രക്ഷപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചീറ്റ് നൽകാൻ പറ്റുമെന്നോ പറയാൻ പറ്റില്ല. കാരണം അടൂർ പ്രകാശ് ആ ഘട്ടത്തിൽ സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഈ റവന്യൂ വകുപ്പ് മന്ത്രി കൃത്യമായിട്ട് ഈ കർണാടകത്തിലെ നേതാക്കന്മാർ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം എങ്ങനെ ചെന്നു ചോദ്യമുണ്ടേ. അപ്പം അടൂർ പ്രകാശിന്റെ അവിടെ നിന്ന് ക്ലീൻ ചിറ്റ് ആവുന്നില്ല. മാത്രമല്ല അടൂർ പ്രകാശ് അങ്ങനെയായിരുന്നുവെങ്കിൽ ഇത് കർണാടകത്തിലുള്ള നേതാക്കന്മാർ അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അടൂർ പ്രകാശിന് പറയായിരുന്നു, ഞാൻ അവിടെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കോൺഗ്രസിന്റെ നേതാവും. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി ആ സമയത്ത് UPA ചെയർപേഴ്സണാണ്. ദ മോസ്റ്റ് പവർഫുൾ പൊളിറ്റിക്കൽ പേഴ്സൺ ഇൻ ഇന്ത്യയാണ്. അതായത് ആ ഘട്ടത്തിൽ നമുക്കറിയാം രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന UPA ചെയർപേഴ്സൺ കൂടിയാണ്. ആ ഒരു നേതാവിനെ ഞാൻ കാണാൻ പോയപ്പോൾ ഇങ്ങനെ കണ്ടു എന്ന് പറയാം. പക്ഷേ അടൂർ പ്രകാശ് അങ്ങനെ പറയുന്നില്ല. അടൂർ പ്രകാശ് പകരം പറഞ്ഞത് ഇത് ആറ്റിങ്ങിൽ MP ആയ ശേഷമുള്ള കൂടിക്കാഴ്ചയെന്ന്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശിന്റെ മറുപടിയിൽ ദുരൂഹത ഇതുവരെയും അവസാനിക്കാൻ സാധിച്ചില്ല. എന്തായാലും SITയുടെ മുമ്പിലൊക്കെ അടൂർ പ്രകാശ് പക്ഷേ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതെന്താണെന്ന് അടൂർ പ്രകാശും SITക്ക് അറിയത്തുള്ളൂ. എന്നാലും ആന്റോ ആന്റണിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആന്റണി സാമ്പത്തിക ഇടപാട് കോൺഗ്രസ് തലവേദനയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ 2 കോടി രൂപ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ മേടിച്ചു എന്നാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് ഏതെങ്കിലും കടം തീർക്കാൻ വേണ്ടി ഇടപാട് സാമ്പത്തിക ഇടപാട് നടത്തിയെന്നല്ല ആന്റോ ആന്റണി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ഫണ്ടിനായി 2 കോടി എമൗണ്ട് പറയുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഫണ്ടിനായിട്ടാണ് മേടിച്ചെന്ന് ആന്റോ ആന്റണി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ആന്റോ ആന്റണിയുടെ വ്യക്തിപരമായ സാമ്പത്തിക ഇടപാടല്ല, കോൺഗ്രസിന്റെ പാർലമെന്റ് സ്ഥാനാർത്ഥിയുടെ സാമ്പത്തിക ഇടപാട്. അതിൽ കോൺഗ്രസ് പാർട്ടിക്കും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ദേശീയ തലത്തിലുള്ളവർക്കും ഇങ്ങനെ അനധികൃതമായി പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടി. അപ്പോൾ സാമ്പത്തിക ഇടപാട് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നു. മാത്രമല്ല ആന്റോ ആന്റണി തന്റെ തടി രക്ഷിക്കാൻ വേണ്ടി ആന്റോ ആന്റണി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കെതിരെ വന്ന ആരോപണം സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമുള്ള ചിത്രത്തെ ചൊല്ലിയായിരുന്നല്ലോ. അതിൽ SIT ഇപ്പോൾ അത് കർണാടകത്തിലുള്ള നേതാക്കന്മാരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തുള്ളൂ, ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് ആന്റോണിയോട് പറഞ്ഞത്. എനിക്കതിൻ്റെ ആരോപണം പൊളിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആന്റണി വീണ്ടും അടൂർ പ്രകാശിനെയും ആ ചിത്രത്തിലുള്ള മറ്റുള്ളവരെയും കുടുക്കുകയാണ്. അപ്പോൾ ആന്റണി സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ആന്റോണിക്കും കോൺഗ്രസിനും കുരുക്കുമുറുക്കുവാണ്. പ്രത്യേകിച്ച് അടൂർ പ്രകാശിനൂടെയാണ് ആന്റോണി വലിയ പ്രതിസന്ധി തീർക്കുന്നത്. മനു.